എല്ലാവർക്കും പുതിയൊരു ചാപ്റ്ററിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 8ാം ക്ലാസ്സിലെ ജീവശാസ്ത്രം അതിലെ 8ാമത്തെ ചാപ്റ്ററായ ജീവൻ്റെ ഉദ്ഭവം ജീവികളുടെയും ഇന്നാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. നോക്കാം. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ മുൻപ് അന്നത്തെ ഭൂമിയിലെ ജീവജാലങ്ങൾ ഇന്ന് നമ്മൾ കാണുന്നതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരുന്നു. വാസസ്ഥലം, കാലാവസ്ഥ, ആഹാര ലഭ്യത എന്നീ ബാഹ്യഘടകങ്ങളിലും ജീവകോശങ്ങളിലെ ആന്തരിക ഘടനകളിലും ഉണ്ടായ മാറ്റങ്ങൾക്കനുസരിച്ച് ജീവജാലങ്ങൾക്ക് പലതരത്തിൽ പരിണാമമുണ്ടാവുകയും ഇന്ന് കാണപ്പെടുന്ന ജീവജാലങ്ങൾ രൂപപ്പെടുകയും ചെയ്തു. ഉദാഹരണത്തിന് നീലത്തിമിംഗലം ഉൾപ്പെടെയുള്ള തിമിംഗല വിഭാഗങ്ങളുടെ പൂർവികർ 50 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന പാക്കിസൈറ്റസ് എന്ന പുരാതന സസ്തനിയായിരുന്നു. ഈ ജീവിക്ക് ചെന്നായയുടെ ശാരീരിക സവിശേഷതകൾക്കൊപ്പം നീന്താൻ അനുയോജ്യമായ ശാരീരിക ഘടന കൂടി ഉണ്ടായിരുന്നുവെന്നും ഫോസിൽ പഠനങ്ങൾ തെളിയിക്കുന്നു. ഇവയുടെ പിൻഗാമികൾ കൂടുതൽ സമയം ജലത്തിൽ ചെലവഴിച്ചതോടെ അവയുടെ കാലുകൾ തുഴകൾക്ക് സമാനമായി പരിണമിച്ചു. ഇങ്ങനെ മാറുന്ന സാഹചര്യങ്ങളുമായുള്ള പൊരുത്തപ്പെടലിൻ്റെ ഭാഗമായി ജീവികളിൽ മാറ്റങ്ങളുണ്ടാകുന്നു എന്നതിന് നീലത്തിമിംഗലത്തിൻ്റെ പരിണാമ ചരിത്രം തെളിവാണ്. മനുഷ്യനുൾപ്പെടെ എല്ലാ ജീവജാലങ്ങൾക്കും ഇത്തരത്തിലുള്ള പരിണാമത്തിൻ്റെ കൗതുകകരമായ ചരിത്രമുണ്ട്. ജീവികൾക്ക് കാലക്രമേണ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ വരുന്നത് എന്തുകൊണ്ടാണ്? എല്ലാ ജീവജാലങ്ങളും മുമ്പുണ്ടായിരുന്നവയിൽ നിന്ന് പരിണമിച്ചവയാണെങ്കിൽ അവയ്ക്ക് ജീവൻ്റെ ആദ്യരൂപം എന്തായിരുന്നു? ഇത്തരം ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾക്കായി ശാസ്ത്രലോകത്ത് അന്വേഷണങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഏകദേശം 3.5 ബില്യൺ വർഷങ്ങൾക്ക് മുൻപാണ് ഭൂമിയിൽ ജീവൻ ആവിർഭവിച്ചത് എന്ന് ശാസ്ത്രജ്ഞർ കരുതുന്നു. ലളിതഘടനയുള്ള ജീവജാലങ്ങളിൽ ചിലത് പ്രകാശ സംശ്ലേഷണത്തിലൂടെ ഓക്സിജൻ പുറത്തുവിടുകയും അത് കൂടുതൽ സങ്കീർണമായ ജീവജാലങ്ങൾ രൂപപ്പെടാൻ ഇടയാക്കുകയും ചെയ്തു. ഈ സങ്കീർണ ഘടനയുള്ള ജീവികൾ കാലക്രമേണ ഇന്ന് കാണപ്പെടുന്ന സസ്യജന്തുജാലങ്ങളായി പരിണമിച്ചു. നിലവിലുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കെല്ലാം ശാസ്ത്രീയ വിശദീകരണങ്ങളുണ്ട്. ജീവൻ്റെ ഉദ്ഭവവുമായി ബന്ധപ്പെട്ട് നടന്ന ശാസ്ത്രീയ അന്വേഷണങ്ങളും അതിൽ നിന്ന് ശാസ്ത്രലോകം എത്തിച്ചേർന്ന നിഗമനങ്ങളും വിശകലനം ചെയ്ത് മനസ്സിലാക്കാം. അതായത് ഈ ചാപ്റ്ററിൽ നമ്മൾ എത്രയോ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന ജീവജാലങ്ങൾക്ക് പരിണാമം സംഭവിച്ച് ഇന്ന് നാം കാണപ്പെടുന്ന രീതിയിലേക്ക് അവ പരിണമിച്ചതിനെക്കുറിച്ചുള്ളതാണ് ഈ പാഠത്തിൽ നമ്മൾ വിശദീകരിക്കാൻ പോകുന്നത്. അടുത്തതായി ജീവൻ്റെ ആവിർഭാവവുമായി ബന്ധപ്പെട്ട സിദ്ധാന്തങ്ങൾ. 2 സിദ്ധാന്തങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പാൻസ്പെർമിയ സിദ്ധാന്തം, രാസപരിണാമ സിദ്ധാന്തം. നോക്കാം. പാൻസ്പെർമിയ സിദ്ധാന്തം: ജീവൻ മറ്റേതോ ഗ്രഹങ്ങളിൽ ഉത്ഭവിച്ച് സൂക്ഷ്മജീവികളായോ അല്ലെങ്കിൽ രേണുക്കളായോ ആകസ്മികമായി ഭൂമിയിൽ എത്തിച്ചേർന്നു. ജീവൻ്റെ ഈ സൂക്ഷ്മ കണികകളെയാണ് പാൻസ്പെർമിയ എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് പാൻസ്പെർമിയ സിദ്ധാന്തം? ജീവൻ മറ്റേതോ ഗ്രഹത്തിൽ ഉത്ഭവിച്ച് സൂക്ഷ്മജീവികളായോ അല്ലെങ്കിൽ രേണുക്കളായോ ആകസ്മികമായി ഭൂമിയിൽ എത്തിച്ചേർന്നു. ജീവൻ്റെ ഈ സൂക്ഷ്മ കണികകളെയാണ് പാൻസ്പെർമിയ എന്ന് വിളിക്കുന്നത്. അടുത്തത് രാസപരിണാമ സിദ്ധാന്തം. ആദിമ ഭൂമിയിലെ സവിശേഷ സാഹചര്യങ്ങളിൽ സമുദ്രത്തിലെ രാസവസ്തുക്കൾ കൂടിച്ചേർന്നുണ്ടായ പ്രവർത്തനങ്ങളുടെ ഫലമായി ജീവൻ ആവിർഭവിച്ചു എന്ന് വിശദീകരിക്കുന്നതാണ് രാസപരിണാമ സിദ്ധാന്തം. രാസപരിണാമ സിദ്ധാന്തം എന്താണ് പറയുന്നത്? ആദിമ ഭൂമിയിലെ സവിശേഷ സാഹചര്യങ്ങളിൽ സമുദ്രത്തിലെ രാസവസ്തുക്കൾ കൂടിച്ചേർന്നുണ്ടായ പ്രവർത്തനങ്ങളുടെ ഫലമായി ജീവൻ ആവിർഭവിച്ചു എന്ന് വിശദീകരിക്കുന്നതാണ് രാസപരിണാമ സിദ്ധാന്തം. ജീവൻ്റെ ഉൽപ്പത്തിയെ വിശദീകരിക്കുന്ന പല സിദ്ധാന്തങ്ങൾ പല കാലങ്ങളിൽ ഉയർന്നു വന്നെങ്കിലും തെളിവുകളുടെ പിൻബലം കൂടുതലുള്ളതും ശാസ്ത്രലോകത്തിൽ കൂടുതൽ സ്വീകാര്യത ലഭിച്ചതും രാസപരിണാമ സിദ്ധാന്തത്തിനാണ്. ഇനി ജീവൻ്റെ ആവിർഭാവം. എങ്ങനെയായിരിക്കും രാസപരിണാമ പ്രക്രിയയിലൂടെ ജീവന് തുടക്കം കുറിച്ചിട്ടുണ്ടാവുക? ആദിമ ഭൂമിയിലെ അന്തരീക്ഷം, ഉന്നത താപനില, ഹൈഡ്രജൻ, മീഥെയ്ൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ഹൈഡ്രജൻ സൾഫൈഡ്, അമോണിയ, നീരാവി. സ്വതന്ത്ര ഓക്സിജൻ ഇല്ല. നീരാവി ഘനീഭവിച്ച് ഏറെക്കാലം നീണ്ടുനിന്ന മഴയും സമുദ്ര രൂപീകരണവും. വിവിധ പദാർത്ഥങ്ങൾ ലയിച്ചു ചേർന്ന സമുദ്രജലം. ഊർജ്ജസ്രോതസ് സൂര്യപ്രകാശം, ഇടിമിന്നൽ, അൾട്രാവയലറ്റ് കിരണങ്ങൾ, അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ എന്നിവയായിരുന്നു. ഇനി
സമുദ്രത്തിൽ ലഘുജൈവ കണികകളുടെ രൂപീകരണം, സങ്കീർണ ജൈവകണികളുടെ രൂപീകരണം, ന്യൂക്ലിക് ആസിഡ് എന്ന സങ്കീർണ തന്മാത്രയും കൊഴുപ്പ് ആവരണവും രൂപപ്പെടുന്നു. ആദിമകോശം സ്വയം ഇരട്ടിക്കുവാൻ ശേഷിയുള്ളതാണ്. മുകളിലെ ചിത്രീകരണത്തിൽ നിന്നും രാസപരിണാമ പ്രക്രിയയിലൂടെ ആദിമകോശത്തിൻ്റെ രൂപീകരണം എങ്ങനെയായിരുന്നു എന്നത് മനസ്സിലാക്കാം. ഇതിനെ സാധൂകരിക്കുന്ന നിരവധി പരീക്ഷണങ്ങൾ നടന്നിട്ടുണ്ട്. അത് വിശകലനം ചെയ്ത് ഈ മേഖലയിൽ സംഭാവന നൽകിയ ശാസ്ത്രജ്ഞന്മാരാണ് താഴെ കൊടുത്തിരിക്കുന്നത്. നോക്കാം. രാസപരിണാമ പ്രക്രിയയിലൂടെ ആദിമകോശത്തിൻ്റെ രൂപീകരണം സാധൂകരിക്കുന്ന പഠനങ്ങളും നടത്തിയവരാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ആദ്യമായിട്ട് ഹാരോൾഡ് യൂറേ ആൻഡ് സ്റ്റാൻലി മില്ലർ ജീവൻ്റെ ഉദ്ഭവത്തിന് കാരണമായ നിർമ്മാണ ഘടകങ്ങൾ ലളിതമായ വാതകങ്ങളിൽ നിന്ന് രൂപപ്പെടുന്നുവെന്ന് തെളിയിച്ചു. അതായത് ജീവൻ്റെ ഉദ്ഭവത്തിന് കാരണമായ നിർമ്മാണ ഘടകങ്ങൾ ലളിതമായ വാതകങ്ങളിൽ നിന്ന് രൂപപ്പെടുന്നുവെന്ന് തെളിയിച്ചതാണ് ഹാരോൾഡ് യൂറേ ആൻഡ് സ്റ്റാൻലി മില്ലർ. അടുത്ത ആളാണ് സിഡ്നി ഫോക്സ്. പ്രോട്ടീനുകൾക്ക് സമാനമായ തന്മാത്രകളെ കൃത്രിമമായി നിർമ്മിക്കാനാവുമെന്ന് തെളിയിച്ചു. അതായത് സിഡ്നി ഫോക്സ് എന്താണ് തെളിയിച്ചത്? പ്രോട്ടീനുകൾക്ക് സമാനമായ തന്മാത്രകളെ കൃത്രിമമായി നിർമ്മിക്കാനാവുമെന്ന് തെളിയിച്ചു. അടുത്തത് ജോവാൻ ഓറോ. ന്യൂക്ലിക് ആസിഡുകളുടെ പ്രധാന നിർമ്മാണ ഘടകങ്ങളിലൊന്നായ അഡിനിൻ എന്ന നൈട്രജൻ ബേസ് കൃത്രിമമായി നിർമ്മിച്ചു. അപ്പോൾ ജോവാൻ ഓറോ നിർമ്മിച്ചത് എന്താണ്? ന്യൂക്ലിക് ആസിഡുകളുടെ പ്രധാന നിർമ്മാണ ഘടകങ്ങളിലൊന്നായ അഡിനിൻ എന്ന നൈട്രജൻ ബേസ് ഇദ്ദേഹം കൃത്രിമമായി നിർമ്മിച്ചു. രാസപരിണാമ സിദ്ധാന്തത്തിന് സാധൂകരണം നൽകുന്ന നിരവധി പരീക്ഷണ തെളിവുകൾ ഉണ്ട്. ആദിമഭൂമിയുടെ അന്തരീക്ഷം കൃത്രിമമായി പരീക്ഷണശാലയിൽ പുനഃസൃഷ്ടിച്ചുകൊണ്ടുള്ള ആദ്യകാല പരീക്ഷണങ്ങളിൽ യൂറേ മില്ലർ പരീക്ഷണമാണ് ഏറ്റവും ശ്രദ്ധേയമായത്. അപ്പോൾ ഇവിടെ ഈ ചിത്രത്തിൽ യൂറേ മില്ലർ നടത്തിയ പരീക്ഷണമാണ് ചിത്രരൂപത്തിൽ കൊടുത്തിട്ടുള്ളത്. ആദിമഭൂമിയിലെ സാഹചര്യങ്ങളെ പരീക്ഷണശാലയിൽ കൃത്രിമമായി സൃഷ്ടിച്ചാണ് ഈ പരീക്ഷണം നടത്തിയത്. ജൈവ തന്മാത്രകളായ അമിനോ ആസിഡുകളെ നിർമ്മിക്കാൻ ഈ പരീക്ഷണത്തിലൂടെ കഴിഞ്ഞു. അനുയോജ്യമായ സാഹചര്യങ്ങളിൽ അജൈവിക ഘടകങ്ങളിൽ നിന്നും ജൈവ തന്മാത്രകൾ രൂപപ്പെടുന്നുവെന്ന് ഈ പരീക്ഷണത്തിലൂടെ തെളിയിക്കപ്പെട്ടു. അപ്പോൾ ഇവിടെ താഴെ ഒരു പട്ടിക കൊടുത്തിട്ടുണ്ട്, അത് പൂരിപ്പിച്ച് നോക്കാം. സൂചകങ്ങൾ, ആദിമഭൂമിയിലെ സാഹചര്യം, പരീക്ഷണ സംവിധാനം. അതിൽ സൂചകങ്ങളിൽ ആദ്യം കൊടുത്തിരിക്കുന്ന വാതകങ്ങൾ ഏതൊക്കെ വാതകങ്ങളായിരുന്നു? മീഥേൻ, അമോണിയ, ഹൈഡ്രജൻ, നീരാവി. ഇതൊക്കെ ഭൂമിയിലെ സാഹചര്യത്തിൽ അന്നത്തെ ഒരു സാഹചര്യം ഒരുക്കാൻ ഉണ്ടാക്കിയ വാതകങ്ങളാണ്. അടുത്തത് പരീക്ഷണ സംവിധാനം. മീഥേൻ, അമോണിയ, ഹൈഡ്രജൻ, നീരാവി. അടുത്തത് രാസസംശ്ലേഷണത്തിന് ഉപയോഗിച്ച ഊർജ്ജ സ്രോതസ്സ്. ഏതൊക്കെയായിരുന്നു ഊർജ്ജ സ്രോതസ്സുകൾ? ഇടിമിന്നൽ, സൂര്യപ്രകാശം, അൾട്രാവയലറ്റ് കിരണങ്ങൾ, അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ എന്നിവ. ഇനി പരീക്ഷണ സംവിധാനമായിരുന്നു വൈദ്യുത സ്പാർക്ക്. ഇനി ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന യൂറേ മില്ലർ പരീക്ഷണം എന്താണെന്ന് നോക്കാം. 1953 സ്റ്റാൻലി മില്ലറും ഹാരോൾഡ് യൂറേയും നടത്തിയ പരീക്ഷണമാണ് യൂറേ മില്ലർ പരീക്ഷണം എന്നറിയപ്പെടുന്നത്. ആദിമഭൂമിയിലെ സാഹചര്യങ്ങൾ കൃത്രിമമായി പുനഃസൃഷ്ടിച്ചു. ഒരു ഫ്ലാസ്കിൽ വെള്ളം തിളപ്പിച്ചുകൊണ്ടാണ് പരീക്ഷണം ആരംഭിച്ചത്. ഇത് ആദ്യകാല ഭൂമിയിലെ സമുദ്രങ്ങളെ അനുകരിച്ചു. വെള്ളം തിളച്ചപ്പോൾ അത് അടുത്ത അറയിലേക്ക് ഉയർന്ന് ജലബാഷ്പം ഉണ്ടാക്കി. രണ്ടാമത്തെ അറ ആദിമഭൂമിയിലെ അന്തരീക്ഷത്തെ അനുകരിക്കുന്നു. ആദിമ അന്തരീക്ഷത്തിൽ ഉണ്ടായിരുന്ന വാതകങ്ങളുടെ ഒരു മിശ്രിതമായിരുന്നു ഈ അറയിൽ. ഏതൊക്കെയായിരുന്നു വാതകങ്ങൾ? മീഥേൻ, അമോണിയ, ഹൈഡ്രജൻ, ജലബാഷ്പം എന്നിവയായിരുന്നു. ആദിമ അന്തരീക്ഷത്തിലെ ഇടിമിന്നലുകൾക്ക് സമാനമായി വാതക മിശ്രിതത്തിനുള്ളിൽ രാസപ്രവർത്തനങ്ങൾ നടത്താൻ ആവശ്യമായ വൈദ്യുതോർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ ഇലക്ട്രോഡുകൾ സജ്ജീകരിച്ചു. ഉണ്ടായ വാതകങ്ങളും ഉൽപ്പന്നങ്ങളും ഒരു കണ്ടൻസറിലേക്ക് നീക്കി. ഇവിടെ വെച്ച് വാതകങ്ങൾ തണുത്ത് ഇത് ആദ്യകാല ഭൂമിയിലെ തണുക്കലിനെ അനുകരിച്ചു. കണ്ടൻസറിലൂടെ നീങ്ങുമ്പോൾ ജലബാഷ്പവും മറ്റ് സംയുക്തങ്ങളും ദ്രാവകമായി ഘനീഭവിച്ചു. ഘനീഭവിച്ച ലായനിയിൽ ജൈവകണികകൾ അടങ്ങിയ ജലകണികകൾ കാണാൻ സാധിച്ചു. ഏതൊക്കെയാണ്? അമിനോ ആസിഡുകളും മറ്റ് ജൈവ തന്മാത്രകളും അടങ്ങിയ ലായനി. ലളിതമായ അകാർബണിക സംയുക്തങ്ങളിൽ നിന്നും സങ്കീർണമായ ജൈവ തന്മാത്രകൾ ഇവിടെ രൂപം കൊണ്ടു. അപ്പോൾ ഇതാണ് ചിത്രത്തിൽ കൊടുത്തിരിക്കുന്ന യൂറേ മില്ലർ പരീക്ഷണം. ആദിമകോശങ്ങളിൽ നിന്ന് സങ്കീർണ ഘടനയുള്ള ജീവജാലങ്ങളിലേക്ക്.
ആദിമകോശത്തിലുണ്ടായ മാറ്റങ്ങൾ. സ്വയം ഇരട്ടിക്കാൻ ശേഷിയുള്ള ന്യൂക്ലിക് ആസിഡുകളും അതിനെ ആവരണം ചെയ്യുന്ന കൊഴുപ്പ് പാളിയും ചേർന്നതാണല്ലോ ആദിമകോശം. ഈ ആദിമകോശങ്ങളിൽ നിന്നുമാണ് ബാക്ടീരിയ പോലുള്ള കോശങ്ങൾ പരിണമിച്ചുണ്ടായത്. ആദ്യമുണ്ടായ ലളിതഘടനയുള്ള ഇത്തരം ജീവികളെ പ്രോകാരിയോട്ടുകൾ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ആദിമകോശത്തിലുണ്ടായ മാറ്റം വന്നിട്ട് ഇരട്ടിച്ച് ഇന്നത്തെ രൂപത്തിലെത്തിയതാണ് പറയുന്നത്. സ്വയം ഇരട്ടിക്കാൻ ശേഷിയുള്ള ന്യൂക്ലിക് ആസിഡുകളും അതിനെ ആവരണം ചെയ്യുന്ന കൊഴുപ്പ് പാളിയും ചേർന്നതാണ് ആദിമകോശം. ഈ ആദിമകോശത്തിൽ നിന്നുമാണ് ബാക്ടീരിയ പോലുള്ള കോശങ്ങൾ പരിണമിച്ചുണ്ടായത്. ആദ്യമുണ്ടായ ലളിതഘടനയുള്ള ഇത്തരം ജീവികളെ പ്രോകാരിയോട്ടുകൾ എന്ന് അറിയപ്പെടുന്നു. പ്രോകാരിയോട്ടിൽ നിന്നും യൂകാരിയോട്ടിലേക്ക്. പ്രോകാരിയോട്ടിക് കോശങ്ങളിൽ നിന്ന് കുറേക്കൂടി സങ്കീർണ ഘടനയുള്ള യൂകാരിയോട്ടിക് കോശങ്ങൾ എങ്ങനെ രൂപപ്പെട്ടു? യൂകാരിയോട്ടുകളുടെ സവിശേഷത എന്താണ്? അതൊക്കെയാണ് ഇനി അടുത്തതായി പഠിക്കുന്നത്. ഇവിടെ താഴെ പ്രോകാരിയോട്ട് കോശവും യൂകാരിയോട്ടിക് കോശത്തിൻ്റെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്, നോക്കാം. ആദ്യം പ്രോകാരിയോട്ടിക് കോശത്തിൻ്റെ സവിശേഷതകൾ നോക്കാം. കോശാംഗങ്ങൾ കുറവാണ്. കോശാംഗങ്ങൾക്ക് സ്തരാവരണമില്ല. സ്തരാവരണത്തിനുള്ള മർമ്മവും ഇല്ല. അപ്പോൾ പ്രോകാരിയോട്ടിക് കോശം എന്താണ്? പ്രോകാരിയോട്ടിൽ കോശാംഗങ്ങൾ കുറവാണ്. കോശാംഗങ്ങൾക്ക് സ്തര ആവരണമില്ല. മർമ്മത്തിനും സ്തരാവരണമില്ല. അപ്പോൾ അടുത്തത് യൂകാരിയോട്ടിക് കോശം. യൂകാരിയോട്ടിക് കോശത്തിൽ അന്തർദ്രവ്യജാലിക, മർമ്മസ്തരം, മർമ്മം ഇവ മാർക്ക് ചെയ്തിട്ടുണ്ട്. കൂടുതൽ കോശാംഗങ്ങളുണ്ട്. സ്തരാവരണത്തോടു കൂടിയ കോശാംഗങ്ങളുണ്ട്. സ്തരാവരണമുള്ള മർമ്മവും ഉണ്ട്. അപ്പോൾ കുറച്ചുകൂടെ ഡെവലപ്ഡ് ആയതാണ് യൂകാരിയോട്ടിക് കോശം. അടുത്ത ചിത്രത്തിലെ കോശങ്ങളിൽ കാണപ്പെടുന്ന മറ്റു കോശാംഗങ്ങളുടെ രൂപപ്പെടൽ നോക്കാം. ആദ്യമായിട്ട് യൂകാരിയോട്ടിക് കോശം. അതിലെ ചെറുകോശമായ എയ്റോബിക് ബാക്ടീരിയത്തെ വിഴുങ്ങുന്നു. ചെറുകോശത്തെ ദഹിപ്പിക്കുന്നതിനു പകരം സംരക്ഷണം നൽകുന്നു. ക്രമേണ ഇവ മൈറ്റോകോൺട്രിയയായി മാറുന്നു. ഇവിടെ താഴെ ചെറുകോശമായ പ്രകാശ സംശ്ലേഷണ ബാക്ടീരിയത്തെ വിഴുങ്ങുന്നു. പ്രകാശ സംശ്ലേഷണ ബാക്ടീരിയത്തെ വിഴുങ്ങുന്നതിന് പകരം സംരക്ഷണം നൽകുന്നു. അതായത് ദഹിപ്പിക്കുന്നതിന് പകരം അവയ്ക്ക് സംരക്ഷണം നൽകുന്നു. ക്രമേണ അവ ഹരിതകണമായി മാറുന്നു. അപ്പോൾ ഇവിടെ എന്തൊക്കെ ഉണ്ടായി? മൈറ്റോകോൺട്രിയ ഉണ്ടായി, ഹരിതകണവും രൂപപ്പെട്ടു. പ്രോകാരിയോട്ടുകളിൽ ജനിതക വസ്തുക്കൾ കോശദ്രവ്യത്തിൽ ചിതറിക്കിടക്കുകയാണ് ചെയ്യുന്നത്. പരിണാമ പ്രക്രിയയുടെ ഭാഗമായി മർമ്മത്തിന് സ്തരാവരണം രൂപപ്പെട്ടതാണ് യൂകാരിയോട്ടിക് കോശങ്ങളുടെ മുഖ്യ സവിശേഷത. കൂടാതെ ഇവയിൽ വിവിധ പ്രവർത്തനങ്ങൾ നിർവഹിക്കുവാൻ പര്യാപ്തമായ സ്തരാവരണത്തോടു കൂടിയ കോശാംഗങ്ങളും രൂപപ്പെട്ടു. ഇവിടെ താഴെ ഒരു പട്ടിക കൊടുത്തിട്ടുണ്ട്, അതൊന്ന് പൂരിപ്പിച്ച് നോക്കാം. സൂചകങ്ങൾ: പ്രോകാരിയോട്ടിക് കോശം, യൂകാരിയോട്ടിക് കോശം. അപ്പോൾ സൂചകങ്ങളിൽ ഘടന: പ്രോകാരിയോട്ടിക് കോശം ലളിതമായതാണ്, യൂകാരിയോട്ടിക് കോശം സങ്കീർണമായതാണ്. ഇനി മർമ്മം. സ്തരാവരണമുള്ള മർമ്മം പ്രോകാരിയോട്ടിക് കോശങ്ങൾക്ക് ഇല്ല. ജനിതക വസ്തുക്കൾ കോശദ്രവ്യങ്ങളിൽ ചിതറിക്കിടക്കുന്നു. ഇനി യൂകാരിയോട്ടിക് കോശത്തിലാണെങ്കിൽ സ്തരാവരണത്തോടു കൂടിയ വ്യക്തമായൊരു മർമ്മമുണ്ട്. അടുത്തത് മൈറ്റോകോൺട്രിയ, ഹരിതകണം തുടങ്ങിയ കോശാംഗങ്ങൾ. സ്തരാവരണത്തോടു കൂടിയ കോശാംഗങ്ങൾ എവിടെയില്ല? പ്രോകാരിയോട്ടിക് കോശങ്ങളിൽ ഇല്ല. എന്നാൽ യൂകാരിയോട്ടിക് കോശങ്ങളിൽ സ്തരാവരണത്തോടു കൂടിയ കോശാംഗങ്ങൾ കാണപ്പെടുന്നു. അടുത്തത് നോക്കാം. ഏകദേശം 3.8 ബില്യൺ വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയിലെ സമുദ്രത്തിൽ ഉണ്ടായിരുന്ന തന്മാത്രകളിൽ നിന്നും ആദിമ ജീവകോശങ്ങൾ രൂപപ്പെട്ടു. 3.5 ബില്യൺ വർഷങ്ങൾക്ക് മുൻപ് പ്രോകാരിയോട്ടിക് കോശങ്ങൾ രൂപപ്പെട്ടു. ഏകദേശം 2.5 വർഷങ്ങൾക്ക് മുൻപ് പ്രകാശ സംശ്ലേഷണ പ്രക്രിയ തുടങ്ങിയതോടെ അന്തരീക്ഷത്തിലേക്ക് ഓക്സിജൻ എത്തിച്ചേർന്നു. പിൽക്കാലത്ത് മൈറ്റോകോൺട്രിയ, ക്ലോറോപ്ലാസ്റ്റുകൾ എന്നീ കോശാംഗങ്ങളുള്ള യൂകാരിയോട്ടിക് കോശങ്ങൾ രൂപപ്പെട്ടു. തുടർന്ന് ലളിതഘടനയുള്ള ബഹുകോശ ജീവികളും 800 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് കൂടുതൽ സങ്കീർണമായ ജീവികളും ഉണ്ടായി. അപ്പോൾ എന്താണ്? സങ്കീർണമായ ജീവികളിലേക്കുള്ള ഓരോ ഘട്ടം ഘട്ടമായുള്ള പരിണാമമാണ് ഇവിടെ പറയുന്നത്. അതായത് 3.8 ദശലക്ഷം വർഷങ്ങൾക്ക് അല്ലെങ്കിൽ ബില്യൺ വർഷങ്ങൾക്ക് മുൻപ് സമുദ്രങ്ങളുണ്ടായിരുന്ന തന്മാത്രകളിൽ നിന്നും ആദിമ ജീവകോശങ്ങളും അവിടെ നിന്ന് പ്രോകാരിയോട്ടിക് കോശങ്ങൾ, തുടർന്ന് പ്രകാശ സംശ്ലേഷണ പ്രക്രിയയോടെ അന്തരീക്ഷത്തിലേക്ക് ഓക്സിജൻ എത്തിച്ചേർന്നു. പിന്നെ മൈറ്റോകോൺട്രിയ, ക്ലോറോപ്ലാസ്റ്റുകൾ ഇവയോട് കൂടിയ യൂകാരിയോട്ടിക് കോശങ്ങൾ രൂപപ്പെട്ടു. തുടർന്ന് ലളിതഘടനയുള്ള ബഹുകോശ ജീവികളും 800 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് കൂടുതൽ സങ്കീർണമായ ജീവികളും ഉണ്ടായി. അടുത്തത്
പ്രോകാരിയോട്ടുകളിൽ നിന്ന് വൈവിധ്യമാർന്ന ജീവജാലങ്ങൾ ഉണ്ടാകാൻ ഉള്ള കാലദൈർഘ്യം താഴെ ഒരു പട്ടികയായി കൊടുത്തിട്ടുണ്ട്. നോക്കാം. കാലയളവ് സവിശേഷതകൾ. 4.0 മുതൽ 4.6 ബില്യൺ വർഷം. ഈ കാലഘട്ടത്തിലെ സവിശേഷതയാണ് ഭൂമിയുടെ ഉദ്ഭവം. അടുത്തതായി 3.5 മുതൽ 2.5 ബില്യൺ വർഷം. ആദ്യത്തെ ജീവൻ്റെ രൂപീകരണം, ലളിതഘടനയോടുകൂടിയുള്ള ഏകകോശ പ്രോകാരിയോട്ടുകൾ. അടുത്തത് 2.5 ബില്യൺ മുതൽ 541 മില്യൺ വർഷങ്ങൾ വരെ യൂക്കാരിയോട്ടുകളായ ബഹുകോശ ജീവികൾ വന്നു. അടുത്തത് 541 മുതൽ 252 ദശലക്ഷം വർഷങ്ങൾ സസ്യങ്ങളും ജന്തുക്കളും കരയിൽ ഉത്ഭവിച്ചു. 252 മുതൽ 66 ദശലക്ഷം വർഷങ്ങൾക്കിടയിൽ ദിനോസറുകൾ വന്നു. 66 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് മുതൽ ഇതുവരെ സസ്തനികളുടെ ആവിർഭാവം, മനുഷ്യോൽപത്തി എന്നിവ സവിശേഷതകളാണ്. അപ്പോൾ 4.0 മുതൽ 4.6 ബില്യൺ വർഷം ഭൂമിയുടെ ഉത്ഭവം മുതൽ 66 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് തൊട്ട് ഇതുവരെ ഇന്നീ കാണുന്ന സസ്തനികളുടെ ആവിർഭാവം അല്ലെങ്കിൽ മനുഷ്യോൽപത്തി, ഇതൊക്കെയാണ് സവിശേഷതകളായിട്ട് ഈ പട്ടികയിൽ പറഞ്ഞിട്ടുള്ളത്. ഈ കാലഘട്ടത്തിൽ നടന്ന പരിണാമത്തിൻ്റെ ഘട്ടങ്ങളാണിവ. അപ്പം ഭൂമിയുടെ ഉൽപ്പത്തി മുതൽ മനുഷ്യൻ്റെ ആവിർഭാവം വരെയുള്ള പരിണാമ കാലഗണനയാണ് നമ്മൾ നോക്കിയത്. അങ്ങനെയെങ്കിൽ പ്രപഞ്ചോൽപത്തി മുതൽ മനുഷ്യൻ്റെ ആവിർഭാവം വരെയുള്ള കാലഗണന കണക്കാക്കാം. ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കും വിധത്തിലുള്ള ചിത്രീകരണമാണ് കോസ്മിക് കലണ്ടർ. എന്താണ് കോസ്മിക് കലണ്ടർ? പ്രപഞ്ചത്തിൻ്റെ പ്രായം കേവലം ഒരു വർഷമായി സങ്കല്പിച്ചുകൊണ്ട് ഒരു കലണ്ടർ തയ്യാറാക്കുകയാണെന്ന് കരുതുക. പ്രസ്തുത കലണ്ടറിലെ ഒരു സെക്കൻഡ് എന്നത് 438 വർഷങ്ങൾക്ക് സമാനമായിരിക്കും. കോസ്മിക് കലണ്ടറിൻ്റെ ഒരു മാതൃകയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. നോക്കാം. കോസ്മിക് കലണ്ടർ. ഡിസംബർ 31 11:52 PM മനുഷ്യർ. ഡിസംബർ 27 സസ്തനി. ഡിസംബർ 26 ഡൈനോസറുകൾ. ഡിസംബർ 20 കരയിലെ സസ്യങ്ങൾ. ഡിസംബർ 18 നട്ടെല്ലുള്ള ജീവി. അടുത്തത് ജനുവരി 1 പുലർച്ചെ കൃത്യം 0.00 മണിക്ക് പ്രപഞ്ചം ഉണ്ടാകുന്നു. അവിടെ 9 യൂക്കാരിയോട്ടുകൾ. 12ാമത്തേതിലാണ് ഒക്ടോബറിൽ പ്രോകാരിയോട്ടുകൾ. സെപ്റ്റംബർ 22 ജീവൻ്റെ ആവിർഭാവം. ഓഗസ്റ്റ് 1 സൗരയൂഥം ഭൂമി. അപ്പം കോസ്മിക് കലണ്ടറും അതിലെ ഓരോരോ ഭാഗങ്ങളാണ് നമ്മൾ വായിച്ചത്. അപ്പോൾ ഈ ഒരു കലണ്ടർ വെച്ചിട്ട് കോസ്മിക് കലണ്ടർ പ്രകാരം വർഷാന്ത്യത്തിൻ്റെ അവസാന ദിനത്തിലെ അവസാന നിമിഷങ്ങളിലാണ് മനുഷ്യനുണ്ടായത്. എന്താണ് കോസ്മിക് കലണ്ടർ പ്രകാരം വർഷാന്ത്യത്തിൻ്റെ അവസാന ദിനത്തിലെ അവസാന നിമിഷങ്ങളിലാണ് മനുഷ്യനുണ്ടായത്. പ്രപഞ്ചത്തിൻ്റെ കാലഗണനയിൽ മനുഷ്യൻ്റെ ആവിർഭാവം എത്ര അടുത്ത കാലത്താണെന്ന് ഇതിൽ നിന്ന് വ്യക്തമായി. ഇന്ന് കാണുന്ന ജൈവവൈവിധ്യത്തിനു പിന്നിൽ പരിണാമം എന്ന പ്രക്രിയയാണ്. പരിണാമം ആകസ്മികമായി നടക്കുന്ന പ്രക്രിയയായതിനാൽ അതിൻ്റെ ദിശ പ്രവചിക്കുവാൻ പ്രയാസമാണ്. അപ്പോൾ ഭൂമിയുടെ ആവിർഭാവം, ജീവോൽപത്തി, വിവിധ ജീവജാലങ്ങളുടെ ആവിർഭാവ കാലഘട്ടം എന്നിവയാണ് കോസ്മിക് കലണ്ടറിലും കാലഗണന പട്ടികയിലും പ്രതിപാദിക്കുന്നത്. കാലഗണനയെക്കുറിച്ച് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കോസ്മിക് കലണ്ടറിലൂടെ സാധിക്കും. പ്രപഞ്ചത്തിൻ്റെ പ്രായം ഒരു ദിവസമായി കണക്കാക്കിയാണ് കോസ്മിക് കലണ്ടർ തയ്യാറാക്കുന്നതെങ്കിൽ മനുഷ്യൻ്റെ ആവിർഭാവത്തിൻ്റെ സ്ഥാനം 23 മണിക്കൂർ 53 മിനിറ്റ് 59 സെക്കൻഡ് കഴിഞ്ഞായിരിക്കും ഉണ്ടാവുക. അപ്പം ഈ കലണ്ടർ പ്രപഞ്ചത്തിൻ്റെ ചരിത്രം മനസ്സിലാക്കാനായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് മനുഷ്യരാശിയുടെ സ്ഥാനത്തെക്കുറിച്ചും പ്രപഞ്ചത്തിലെ മറ്റ് പ്രതിഭാസങ്ങളെക്കുറിച്ചുമുള്ള അവബോധം നൽകുന്നു. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്റർ. അപ്പം എല്ലാവരും ക്ലാസ് നന്നായിട്ട് കേൾക്കുക, നന്നായിട്ട് പഠിക്കുക. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.